ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 നമ്മുടെ ഈ ചാനലിൽ നിങ്ങളുടെ ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ കഥ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും കയറി കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് എന്തായാലും കഥയിലേക്ക് പോകാം. അങ്ങനെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ചീഫ് ഡോക്ടർ വന്നാലേ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, കുറച്ച് ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. ഇത് കേട്ടുകൊണ്ട് ആകെ വെപ്രാളപ്പെട്ട് ചന്ദ്രവതി മോനെ സുധീന്ന് വിളിച്ച് കരയാന്ന്. അച്ഛൻ എന്താ പറ്റിയടാന്നൊക്കെ ചോദിച്ച്. അപ്പോഴേക്കും അമ്മ സമാധാനപ്പെടുക, അങ്ങനെയൊന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി ഇതൊക്കെ കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കായിരുന്നു. ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ടേ. അപ്പം സച്ചിയുടെ അരികിലേക്ക് ചെന്നു. നിനക്ക് സമാധാനമായോടാ? നീ കുടിച്ചിട്ട് വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഈ മനുഷ്യനെ ഈ ഒരു മരണക്കിടക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ നിനക്ക് സമാധാനമായോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി ഭയങ്കര കരച്ചിലാണ്. ശ്രീകാന്ത് കാരണം എത്രത്തോളം ദുഃഖിച്ചു. ഇപ്പം നീ അതിലും വലിയൊരു ദുഃഖം നൽകിയിട്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചു പൊട്ടിപ്പോയില്ലേ, ഹൃദയം കീറി മുറിച്ചതുകൊണ്ടല്ലേ ഈ ഒരു അവസ്ഥ വന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രവിയേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിന്നെ വെറുതെ വെച്ചേക്കില്ല. അപ്പോഴേക്കും സച്ചി പറഞ്ഞു. നമ്മുടെ ചന്ദ്രമതിയുടെ മുഖത്ത് പോലും നോക്കാതെ സച്ചി പറയുന്നത്, ഇല്ല അച്ഛനൊന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നാളെ രാവിലെ വീട്ടിലേക്ക് പോകാം, അച്ഛനൊരു കുഴപ്പം പറ്റില്ല, അച്ഛൻ അങ്ങനെയൊന്നും പറ്റില്ല എന്ന് സച്ചി ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ചന്ദ്രമതി നിന്ന് കരച്ചിൽ. ഈ ശ്രുതിയാണെങ്കിൽ ചന്ദ്രമതി വന്ന് സമാധാനിപ്പിക്കുക. അമ്മ വന്നേ ഇങ്ങോട്ട്, ബാ കുറച്ച് വെള്ളം കുടിച്ചേ, അങ്കിളിന് കുഴപ്പമൊന്നും പറ്റില്ല, ബാ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാണ്. ഇതേ സമയം നമ്മുടെ സച്ചി ആ ഐസിയുവിൻ്റെ ആ ഡോറിലൂടെ ഇങ്ങനെ നോക്കുക, തൻ്റെ അച്ഛൻ്റെ ആ കിടപ്പ്. സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സച്ചി ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. സച്ചിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരും വരുന്നില്ല. എന്നാൽ സച്ചിയുടെ മനസ്സ് ഇവിടെ അല്ലാത്തൊരവസ്ഥയിലാണ് സച്ചി അവിടെ ഇരിക്കുന്നത്. തൻ്റെ അച്ഛൻ, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ അച്ഛൻ്റെ ആ കിടപ്പ് കണ്ടിട്ട്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയി. നമ്മുടെ രേവതിയുടെ അമ്മ പൂക്കടയിലേക്ക് പോകാനായിട്ട് സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോഴേക്ക് രേവതി പറഞ്ഞു, ഞാനും വരാമേ, ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം, ഞാനും വരാം. അപ്പോഴേക്ക് വേണ്ട രേവതി, നീ വരണ്ട, സച്ചിയങ്ങാണം വന്നു കഴിഞ്ഞാലോ നിന്നെ കാണാനായിട്ട്. പിന്നെ ഇപ്പോൾ വരും, എൻ്റെ അമ്മയ്ക്ക് വരെ പണിയൊന്നുമില്ലേ, അദ്ദേഹം വരുമൊന്നുമില്ല, ഞാനും വരാം എന്ന് പറഞ്ഞപ്പോഴേക്കും വേണ്ട, എന്തായാലും ഇന്നലെ ഇവിടെ മുറ്റം വരെ വന്നതല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരും. പിന്നെ എന്നെ കാണാൻ വന്നതൊന്നുമല്ല, എന്നെ കാണാൻ വന്നതാണെങ്കിൽ ഇങ്ങോട്ടേക്ക് അകത്തേക്ക് കയറി വരുമായിരുന്നു. അപ്പോൾ എന്നെ കാണാൻ വന്നതൊന്നുമല്ല, എന്നെ ഒന്ന് പേടിപ്പിക്കണം, അത്രയും തന്നെ ഉദ്ദേശിച്ചത്. അപ്പോഴേക്കും ഇല്ല, നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നീ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒളിച്ചുകളിയൊക്കെ നിർത്തിയിട്ട്, രണ്ടുപേരും ഇങ്ങനെ കുഞ്ഞിപ്പിള്ളാരെ പോലെ അങ്ങനെ ഒളിച്ചുകളിയൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ പരസ്പരം ഒന്ന് സംസാരിക്കുക, തുറന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ മോളെ, കാര്യങ്ങൾ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. മാത്രമല്ല സച്ചിയുടെ ഭാഗത്ത് ന്യായമുണ്ട്, അതുകൊണ്ട് നീയാണ് തോറ്റു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നീയാണ് ക്ഷമിക്കേണ്ടത്. അപ്പോഴേക്കും രേവതി ചോദിച്ചാൽ, അമ്മ എന്താ എപ്പോഴും ഇങ്ങനെ പറയണേ, എന്തോ ഞാൻ വലിയ തെറ്റ് ചെയ്ത പോലെ അമ്മ എന്താ സംസാരിക്കുന്നേ എന്ന് ഈ രേവതി ചോദിക്കാം. അപ്പോഴേക്കും നീ ചെയ്തത് തെറ്റ് തന്നെയാണ്, കാരണം സച്ചിയോട് ഒരു വാക്ക് പോലും പറയാതെ നീ ശ്രീകാന്തിനോടൊപ്പം അമ്പലത്തിലേക്ക് പോയത് തെറ്റ് തന്നെയാണ്. അമ്പലത്തിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരത്തും ദേവും ഒക്കെ ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ശരത്ത് പറഞ്ഞു, എന്തായാലും ചേച്ചി അമ്പലത്തിലേക്ക് പോയാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ചേച്ചി ഇല്ലെങ്കിലും നമ്മുടെ തലയിൽ തന്നെയാവും. കാരണം എല്ലാത്തിനും കാരണക്കാരി ദേവുവാണല്ലോ ഈ കല്യാണം നടത്താനായിട്ട് മുൻകൈ എടുത്തത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവു, നീ എനിക്കിട്ട് പണിയാണോടോ എന്ന് ചോദിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ ദേവുവിനെ വഴക്ക് പറയുകയാണ് ലക്ഷ്മി. അതെ, ഇനിയെങ്ങാണം ആരും അറിയാതെ എന്നോട് ചോദിക്കാതെ ഈ വീട്ടിൽ നിന്ന് കോളേജിലേക്കല്ലാതെ എവിടേക്കെങ്കിലും പോയാൽ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും എന്ന് ലക്ഷ്മി ഇങ്ങനെ പറയാം. എന്നിട്ട് രേവതിയോട് പറഞ്ഞു, രേവതി നീ എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിക്കരുത്, നീ സച്ചിയെ വിളിച്ചൊന്ന് സംസാരിക്കുക, നീ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകണം, അല്ലാതെ ഇതല്ല നിൻ്റെ വീട് എന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതി പറഞ്ഞു, അമ്മ പേടിക്കുകയൊന്നും വേണ്ട, എന്തായാലും ഞാൻ അമ്മയ്ക്കൊരു ബാധ്യതയായിട്ട് ഇവിടെ ജീവിതകാലം മൊത്തം നിന്ന് ഓസിന് ഫുഡൊന്നും കഴിക്കുകയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതാണോ മോളെ പറഞ്ഞത്, എന്തായാലും അമ്മ പോ. എടി ഞാൻ എന്തിനാ പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നീ സംസാരിക്കുക. ഒരു പെണ്ണ് ഭർത്താവിനോടൊപ്പം താമസിക്കണം. നീ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇവിടെ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടുകാരെന്ത് പറയുന്നറിയാവോ? അതുകൊണ്ട് സച്ചി വന്നു കഴിയുമ്പോഴേക്കും കിടന്ന് ദേഷ്യപ്പെടുവോ ഒന്നും ചെയ്യാതെ നീ സച്ചിയോടൊപ്പം പോകാനാണ് നോക്കേണ്ടത്. അപ്പോഴേക്കും നമ്മുടെ
ദേവു പറഞ്ഞു ഞാൻ സംസാരിക്കട്ടെ, സച്ചേട്ടനോട് ഞാൻ സംസാരിക്കട്ടെ. ദേ നീ ഇത്രയും നാളും സംസാരിച്ചതും ഇത്രയും നാളും ചെയ്തതൊക്കെ മതി എന്ന് ലക്ഷ്മി. ഇനി ഓരോന്ന് പറഞ്ഞ് കൂടുതൽ വഷളാക്കാൻ നിൽക്കണ്ട, നീ ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. അപ്പോഴേക്ക് ശരത്ത് പറഞ്ഞു ഞാൻ പോവാമേ, കോളേജിലേക്ക് പോവാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്ക് നിനക്ക് പൈസ ഉണ്ടോടാ, നിനക്ക് വണ്ടിക്കൂലി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ലക്ഷ്മി ഞെട്ടിയിട്ടോ. ലക്ഷ്മി ചോദിച്ചാൽ അതെങ്ങനെ നിൻ്റെ കയ്യിൽ വണ്ടിക്കൂലി വരുന്നത്? ഞാൻ നിനക്ക് 2-3 ദിവസം മുമ്പ് കാശ് തന്നല്ലേ, ഇതിന് മാത്രം കാശൊന്നും തന്നില്ല, അത് തീരാറുമായി, പിന്നെ എങ്ങനെ നിനക്ക് കാശ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരത്തൊന്ന് ഞെട്ടിയിട്ടോ. ശരത്തൊന്ന് പതറിയിട്ട് പറഞ്ഞു അത് അമ്മ തന്ന പൈസയൊക്കെ ഞാൻ നേരത്തെ തന്നതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വേണ്ട പറഞ്ഞോളാം, കുഴപ്പമൊന്നുമില്ല, 2 ദിവസത്തേനെ ഉള്ളതും കൂടെ ഉണ്ട് എന്നിങ്ങനെ പറയുക. അങ്ങനെ ഒരു ബുദ്ധിയെങ്കിലും ഉണ്ടായാലോ നിനക്ക് എന്ന് ലക്ഷ്മി പറയുകയും ചെയ്തു. പക്ഷേ കാശ് ഇവൻ എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ നമുക്കറിയാലോ. ലക്ഷ്മി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു അയലോക്കത്തുകാരി ചേച്ചി ഈ ലക്ഷ്മി അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരിക. ലക്ഷ്മി എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോഴേക്കും രേവതി പറഞ്ഞു ആ ചേച്ചി കയറി വാ, അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അപ്പോഴേക്കും നീ ഇങ്ങിവിടെ ഇരിക്കുകയാണോ, നീ എങ്ങും പോയില്ലേ, നീ ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ എന്ന് നമ്മുടെ രേവതിയോട് ആ ചേച്ചി ഇങ്ങനെ അയലോക്കംകാരി ചേച്ചി ചോദിക്കുക. അപ്പോഴേക്കും രേവതി ചോദിച്ചു ഹോസ്പിറ്റലിൽ പോകാനോ, അതിന് എനിക്കെന്താ കുഴപ്പം, എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. അപ്പം നീയൊന്നും അറിഞ്ഞില്ലേ മോളെ എന്നൊക്കെ ചോദിച്ച് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. നടന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രേവതിയുടെ അമ്മയച്ചൻ ഹോസ്പിറ്റലാണ് എന്ന വിഷയം ഇങ്ങനെ പറയുക. രേവതി ഞെട്ടിപ്പോയിട്ടോ. രേവതിയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആ ചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൂടുതലൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എന്തോ സീരിയസ് എന്നാണ് പറഞ്ഞത്, ഐസിയുലൊക്കെയാണെന്നാണ് കേട്ടത്. എൻ്റെ ഭഗവാനെ, എൻ്റെ കൃഷ്ണ, ഇതാരും എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, എന്തായാലും അമ്മയെ കണ്ടാൽ ഒന്ന് കാര്യം പറഞ്ഞേക്കണം കേട്ടോ ചേച്ചി, ഞാൻ ഒന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം എന്നും പറഞ്ഞ് രേവതി അപ്പം തന്നെ പേഴ്സും എടുത്ത് പുറത്തേക്ക് പോവാം. ഇതേ സമയം ഇത്രയും നേരമായിട്ട് ഹോസ്പിറ്റലിൽ ചീഫ് ഡോക്ടർ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. സച്ചിക്കാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച ഒരവസ്ഥയിൽ സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ബാക്കി 3 പേരും ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും സച്ചി ഒച്ചെടുക്കുക, ഇനി എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്നാണ് ഈ പറയുന്നത്, എത്ര നേരം, എന്തായാലും കുറേ ടെസ്റ്റ് മാത്രം എടുക്കുന്നുണ്ട്, അല്ലാണ്ട് അതിൻ്റെ റിസൾട്ട് ഒന്നും കിട്ടുന്നുമില്ല, ഒന്നും പറയുന്നില്ല, ഇനിയിപ്പോൾ എന്തിനാ അച്ഛനെ ഇവിടെ കിടത്തിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് സച്ചി ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്ക് സുധി പറഞ്ഞു നീ അടങ്ങ് സച്ചി, ഡോക്ടർ വരട്ടെ, ഡോക്ടർ വന്ന് നോക്കട്ടെ, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയൂലോ. അപ്പോൾ ഇത്രയും നേരമായിട്ട് അവർക്ക് വരാനൊന്നും പറ്റിയില്ല, എന്തായാലും ഞാൻ ഡോക്ടർ കണ്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് സുധി പറഞ്ഞു വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ, പ്രശ്നം ഉണ്ടാക്കി ഡോക്ടർക്ക് ദേഷ്യം വന്നാൽ നമ്മുടെ അച്ഛനകത്ത് കിടക്കുന്നതെന്ന് ഓർത്തോണം. അപ്പോഴേക്ക് സച്ചി പറഞ്ഞാൽ എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാം, ഞാൻ എന്തായാലും ഡോക്ടർ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞൊരു മയത്തിലാണ് സച്ചി അവിടെ നിന്ന് പോകുന്നത്. അപ്പോഴേക്കും സുധി അമ്മയോട് പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യുക, ശ്രുതിയെയും വിളിച്ചുകൊണ്ട് എന്നിട്ട് വീട്ടിൽ പോയി ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ ഫ്രഷ് ആയിട്ട് വാ. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു നിൻ്റെ അച്ഛൻ ഈ ഒരു അവസ്ഥയിലകത്ത് കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് മോനെ സമാധാനത്തോടെ പോയി ഉറങ്ങുന്നത്, ഞാൻ എങ്ങനെയാണ് സമാധാനത്തോടെ ഇവിടുന്ന് വിട്ടിട്ട് പോവുക, എനിക്ക് എന്തെങ്കിലും ഒരു വേദനയോ എന്തെങ്കിലും തലവേദനയോ പനിയോ വല്ല വന്നിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോയ ഓരോ സ്ഥലത്തും എത്തുമ്പോൾ ഓരോ സ്റ്റോപ്പിലും എത്തുമ്പോൾ എന്നെ വിളിക്കും, എങ്ങനെയുണ്ട്, കുറഞ്ഞോ, ഭക്ഷണം കഴിച്ചോ, മരുന്ന് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ആകെ സങ്കടപ്പെട്ട് കരയാം. അങ്ങനെ ഒരാളെ വിട്ടിട്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ നിന്ന് പോവുക, എങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ചന്ദ്രമതി കരയുന്നത്. എന്തായാലും ചന്ദ്രമതിയുടെ സങ്കടം കണ്ടപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട്, പക്ഷേ ഈ ശ്രുതിക്ക് ഒരു സങ്കടവും ഇല്ല, ഒന്നുമില്ല, വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. എന്തായാലും ശ്രുതിയോട് ചോദിച്ചു ശ്രുതി നിനക്ക് പാർലറിൽ നിന്ന് പോകണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഞാൻ ലീവ് എടുക്കാം ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആദ്യം പറഞ്ഞെങ്കിലും ശ്രുതി എന്നിട്ട് ചോദിച്ചു ലീവ് എടുക്കാനോ, നീ നിൻ്റെ കടയല്ലേ, നീ ആരോട് ലീവ് പറയാനാ? പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടിട്ടോ. അല്ല പാർലർ ഇന്ന് അവധി കൊടുക്കാനായിട്ട് മൊത്തത്തിൽ എല്ലാവർക്കും ഇന്ന് അവധിയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ശ്രുതി പറഞ്ഞു എന്നാൽ ഞാൻ ഷോറൂമിൽ ലീവ് വിളിച്ച് പറയാം അല്ലേ. അപ്പോഴേക്ക് ചന്ദ്രമതി ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ശ്രുതിയോട്ട് വഴക്ക് പറയാനോ അല്ലെങ്കിൽ ഒന്നിനും പറ്റില്ല, ചന്ദ്രമതിക്ക് കണ്ണുടച്ചതൊക്കെ കേട്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ രേവതി ആ സമയത്തേക്ക് ഓടിപ്പടച്ച് വരികയാണ്. റിസപ്ഷന് വന്നിട്ട് ചോദിച്ചു ഇങ്ങനെ രവീന്ദ്രൻ പറഞ്ഞ ഒരാളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, ഏതോ റൂമിലാണ്, എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഐസിയുലാണ് എന്ന് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. എന്നിട്ട് വഴിയും പറഞ്ഞു കൊടുത്തു. അങ്ങനെ നമ്മുടെ രേവതി ഓടിപ്പടച്ച് ഐസിയുൻ്റെ മുമ്പിലെത്തി. അപ്പോൾ സച്ചി അവിടെ ഇല്ല. രേവതി ഓടിപ്പടച്ച് വരുന്നത് കണ്ടപ്പോഴേക്കും ശ്രുതി കുനിഞ്ഞിരുന്ന ചന്ദ്രമതി വിളിച്ചിട്ട് ഇതേ ആൻറ്റി ഇങ്ങോട്ട് നോക്കിയേ എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. എൻ്റെ പൊന്നെ, രേവതിയെ കണ്ടപ്പോഴും ഈ പെണ്ണുപിള്ള ചാടി എഴുന്നേറ്റ് ഇങ്ങ് വന്നില്ലേ, നിനക്കിപ്പോൾ സമാധാനമായോടി, നീ എന്തിനാടി വന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞേ അച്ഛൻ എന്താ സംഭവിച്ചത്, അച്ഛൻ എന്താ ഐസിയുവിൽ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ.
അപ്പോഴേക്ക് ചന്ദ്രമതി ചോദിച്ചു, എന്തിനാടി നീ അഭിനയിക്കുന്നത്, അദ്ദേഹം ചത്തോന്നറിയാൻ നീ വന്നതാണോ എന്നൊക്കെ ചോദിച്ചു ചന്ദ്രമതി. അപ്പോഴേക്കും അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്, അങ്ങനൊന്നും പറയല്ലേ, അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുക അല്ലേ, അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ആ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവൻ പോയി, അതുകൊണ്ട് ഓടി വന്നതാ, എങ്ങനെയുണ്ട് അച്ഛന്, ഡോക്ടർ എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, നിർത്തടി നിൻ്റെ അഭിനയം, നിന്നെ വിശ്വസിക്കാനേ ഇവിടെ ആരുമില്ല, ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും കുറ്റപ്പെടുത്താൻ തുടങ്ങുകയാണ്. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങളുടെ അച്ഛൻ ഈ ഒരു അവസ്ഥയിലാകാൻ കാരണം നീ ചെയ്തത് കാരണം തന്നെയാണ് എൻ്റെ അച്ഛൻ ഈ ഒരു നെഞ്ചുവേദന വന്നത്, നീ ചെയ്ത ഒരൊറ്റ കാരണം കൊണ്ട്, നീ ശ്രീകാന്തിനൊപ്പം ആ കല്യാണത്തിന് കൂടിയത് കൊണ്ട് മാത്രമാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ വന്നത് എന്ന് പറഞ്ഞ് സച്ചി കുറ്റപ്പെടുത്തുകയാണ്. സച്ചി അല്ലാട്ടോ നമ്മുടെ ശ്രുതി കുറ്റപ്പെടുത്തുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു, നീ തന്നെ ചെയ്തതല്ലേ, മുന്നും പിന്നും ചിന്തിക്കാതെ നീ ചെയ്തു വെച്ചത് ഇപ്പം ഈ ഐസിയുവിൻ്റെ ഇതിനകത്ത് വരെ എത്തിയില്ലേ എന്ന് ശ്രുതിയും ചോദിച്ച് കുറ്റപ്പെടുത്തുക. ഇവൾക്ക് എന്നാ ചിന്തിക്കാനാ, മുന്നും ചിന്തിക്കേണ്ട പിന്നും ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഈ രേവതി കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എടി ദേ ഞങ്ങളുടെ ശത്രുവിൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടാനായിട്ട്, അവളുടെ കഴുത്തിൽ താലി വീഴാനായിട്ട് നീ എൻ്റെ താലി അറക്കാൻ നോക്കിയല്ലേടി എന്നൊക്കെ ചന്ദ്രമതി ചോദിച്ചപ്പോഴേക്കും, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, അച്ഛനൊന്നും പറ്റില്ല, അച്ഛൻ എൻ്റെ ദൈവത്തെ പോലെയാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അയ്യോ മതിയടി നിൻ്റെ അഭിനയം മതി, ഏതാണെന്നൊക്കെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയാം, ഇനി നീ ഇവിടെ നിൽക്കുകയും വേണ്ട ഒന്നും വേണ്ട, അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ പറഞ്ഞാണല്ലോ നീ മയക്കി വെച്ചിരിക്കുന്നത്, അദ്ദേഹം ദൈവമാണെന്ന് പറഞ്ഞിട്ടാണ് നീയും നിൻ്റെ കുടുംബവും കൂടിയിട്ട് അദ്ദേഹത്തെ മയക്കി നിങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതും ഈ ഒരവസ്ഥയിലാക്കിയതും, എന്തായാലും നിന്നെ വിശ്വസിച്ചതിൻ്റെ ഒരൊറ്റ പേരിലാണ് അദ്ദേഹം ഈ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട, ഈ മരണക്കിടക്കയിൽ വന്ന് കിടക്കേണ്ട ഒരവസ്ഥ വന്നത് എന്നും പറഞ്ഞ് ചന്ദ്രമതി കരഞ്ഞുകൊണ്ടാട്ടോ പറയുന്നത്. അപ്പോഴേക്കും ശ്രുതിയോട് ചോദിച്ചു, ശ്രുതിയോട് ചോദിക്കല്ല, ശ്രുതി ഇവളോട് ചോദിച്ചു, നമ്മുടെ രേവതിയോട് അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോൻ തുടങ്ങി, നീ എന്താണ് വിചാരിച്ചത്, നീ ശ്രീകാന്തിൻ്റെ കൂട്ടത്തിൽ കല്യാണം നടത്തി കൊടുക്കാൻ പോയപ്പോൾ നീ എന്താ വിചാരിച്ചത്, ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ക്ഷമിക്കുന്നതാണോ, ഈ ഒരു കാര്യം നിന്നോട് ക്ഷമിക്കാനായിട്ട് ആർക്കും പറ്റില്ല, അച്ഛനോ അമ്മയോ ആരും ഇനി നിന്നെ അംഗീകരിക്കുകയുമില്ല. നിൻ്റെ ഓരോ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സച്ചി കുടിച്ചിട്ട് പറക്കി വന്നു, ഈ ഒരു അവസ്ഥയിലാവുകയും ചെയ്തു. അപ്പോഴേക്കും സച്ചി കുടിക്കാൻ കാരണവും അവൻ കുടിക്കാൻ കാരണവും ഇവള് തന്നെയല്ലേ, ഇവള് ചെയ്തു വെച്ചതല്ലേ, അവൻ കുറേ നാളായിട്ട് കുടി നിർത്തിയതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടുത്തുകയാണ്. ആദ്യം പോലീസ് സ്റ്റേഷനിൽ കയറ്റി, ഇപ്പോൾ ആശുപത്രി കയറ്റി, ഇവൾ ഇതിനു വേണ്ടി തന്നെയാണ് ജനിച്ചിരിക്കുന്നത്, രാശിയില്ലാത്തവൾ. രേവേട്ടൻ്റെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞ് വീടിൻ്റെ ആധാരം കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ ശ്രീകാന്തിൻ്റെ മനസ്സ് മാറ്റിയിട്ട് ശ്രീകാന്തിന് നമ്മുടെ ശത്രുവിൻ്റെ മകളെ കല്യാണം കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ടിപ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ ഈ കിടക്കുമ്പോൾ അവൾ വന്നേക്കുവാണ് കാണാനാന്നും പറഞ്ഞിട്ട്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കാരണവശാലും നിന്നെ ഇനി ഇവിടെ കണ്ടുപോകരുത്. അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു, ഞാനങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല, ഞാനിവിടുന്ന് പോവില്ല എന്ന് രേവതി ഇങ്ങനെ പറയാം. എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടാൽ മതി, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ അച്ഛൻ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് ഇവിടുത്തെ അച്ഛൻ. ഞാൻ അങ്ങനെ ചെയ്യുമോ, എൻ്റെ പ്രാർത്ഥന മുഴുവൻ അച്ഛൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ഞാൻ നിന്നെ കൈ നീട്ടി അടിക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇറങ്ങിപ്പൊക്കോണം, ഇനി എൻ്റെ ക്ഷമയെ പരീക്ഷിക്കാൻ നിൽക്കരുത്. അപ്പോൾ രേവതി പറഞ്ഞു, ഞാൻ അച്ഛനെ ഒരൊറ്റ തവണ കണ്ടിട്ട് ഞാൻ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു, നീ എന്തിനാ കാണുന്നത്, ഇത്രയൊക്കെ ചെയ്തത് പോരെയടി നിനക്ക്, മാത്രമല്ല സച്ചി വരെ പറഞ്ഞു നിന്നോട് ഇനി ഞങ്ങളുടെ വീടുമായിട്ട് നിനക്കൊരു ബന്ധമില്ലെന്ന്, പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി അലറുകയാണ്. അപ്പോൾ രേവതി പറഞ്ഞു, ഞാൻ പൊക്കോളാം, പക്ഷേ അച്ഛൻ ഒരൊറ്റ തവണ കണ്ടിട്ട് ഞാൻ പൊക്കോളാം. ഓഹോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കി ജീവനും കൂടെ നീ എടുക്കൂലേ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ജീവൻ തുടിക്കുന്നത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി വീണ്ടും കുറ്റപ്പെടുത്തുവാണ്. നീ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞ് നിന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കും, ഉറപ്പാണ്. അപ്പോഴേക്കും അങ്ങനെ പറയല്ലേ അമ്മേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി, മാത്രമല്ല രേവതി പറഞ്ഞു, ഒരിക്കലും ഒന്നും സംഭവിക്കില്ല, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ എന്തായാലും ഇവിടുന്ന് പോവാം, എൻ്റെ ഒരു ദോഷം കൊണ്ട് അച്ഛനൊന്നും സംഭവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാം. രേവതി എന്തായാലും സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ സച്ചി വരികയാണ്. അപ്പോൾ രേവതി അവിടെ നിന്ന് വരുന്നു, സച്ചി ഇവിടെ നിന്ന് വരുന്നു. പക്ഷേ രേവതിയും സച്ചിയും തമ്മിൽ കണ്ടുമുട്ടുന്നില്ല കേട്ടോ. രേവതി കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് കടലിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. പക്ഷേ നമ്മുടെ സച്ചി ആരോടെ ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. രേവതി സച്ചിയെയും കണ്ടില്ല, സച്ചി രേവതിയും കണ്ടില്ല.
എന്തായാലും സച്ചി ഐസുവിൻ്റെ മുന്നിലേക്ക് ചെന്നപ്പോൾ ഇവിടെ എല്ലാവരും നമ്മുടെ രേവതി വന്നു പോയതിൻ്റെ ഒരു ഷോക്കിൽ ഇങ്ങനെ എല്ലാവരും നിൽക്കുക. അപ്പോൾ ഇവൻ എന്താ പറ്റിയെന്ന് ചോദിച്ച് ഐസുവിൻ്റെ ഡോറിൻ്റെ അവിടെ നെറ്റി നോക്കുകയാണ്. ഇനി അച്ഛന് വല്ലതും പറ്റുമോ അറിയാനൊക്കെ ആകെ പേടിച്ചിട്ടുണ്ട്. അച്ഛൻ എന്താ പറ്റിയ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അച്ഛന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും അല്ല, നീ ഡോക്ടറെ കാണാൻ പോയിട്ട് എന്തായി? ചീഫ് ഡോക്ടർ വരുന്നേ ഉള്ളെന്നാണ് പറഞ്ഞത്. വന്ന് ഡോക്ടർ കണ്ടതിന് ശേഷം വല്ലതും പറയാൻ പറ്റുള്ളൂന്ന്. അവരിനി എപ്പോഴാണോ വരുന്നത് എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ആകെ ടെൻഷൻ അടിക്കുക. ഇതേ സമയം നമ്മുടെ രവീന്ദ്രൻ്റെ അകത്ത് കിടക്കും കേട്ടോ. എന്തായാലും ഡോക്ടർ വരാൻ താമസിച്ചിട്ട് സച്ചി ആകെ വെപ്രാളത്തില്ല. ഇതുവരെ വന്നിട്ടില്ല ഡോക്ടർ എന്നൊക്കെ പറയുകയാണ്. മാത്രമല്ല അവരോട് ചോദിച്ചു കഴിയുമ്പോഴത്തേനും അവരൊന്നും പറയുന്നുമില്ല. എന്ത് ചോദിച്ചാലും പറഞ്ഞു അച്ഛന് കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ, കുഴപ്പമൊന്നുമില്ല, മരുന്ന് കൊടുക്കാനാണ് പിന്നെ എന്തിനാ ഇവിടെ കിടത്തിയേക്കണത് എന്നും ചോദിച്ച് നമ്മുടെ സച്ചിയാണെങ്കിൽ വെപ്രാളം പിടിക്കുകയാണ്. എന്തായാലും ആ സമയത്തേക്ക് ഡോക്ടർ വരികയും ചെയ്തു കേട്ടോ. ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി ചോദിച്ചു, എത്ര നേരമായി ഡോക്ടറല്ലേ ചീഫ് ഡോക്ടർ, എത്ര നേരമായി ഞങ്ങളിവിടെ നോക്കുന്നു. എല്ലാ ഡോക്ടറും ഒരുപോലെയല്ലേ, ഡോക്ടർക്ക് വന്നുകൂടെ നേരത്തെ? ഈ ഡോക്ടർമാർ പറയണു നിങ്ങൾക്ക് മാത്രമേ എല്ലാം അറിയുള്ളൂ എന്ന്. ഈ ഡോക്ടർമാർക്ക് എല്ലാ കാര്യങ്ങളും ഒരുപോലെയല്ലേ പഠിപ്പിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് മാത്രം ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നത് എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുന്നത് കേട്ട് ഇവർക്ക് മനസ്സിലായി സച്ചിക്ക് ഇത്രയൊക്കെ ഇതേ ഉള്ളൂ, ഇദ്ദേഹം ഇമോഷണലായിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ ഡോക്ടേഴ്സിന് മനസ്സിലായി. ഡോക്ടർ പറഞ്ഞു എന്തായാലും ഞങ്ങളൊന്ന് കയറി നോക്കട്ടെ കേട്ടോ, പേടിക്കണ്ട, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഡോക്ടർ അകത്തേക്ക് കയറി പോയി നോക്കുകയാണ്. കൂടെ ഇവരും കയറി കേട്ടോ. നേരത്തെ ഇങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറഞ്ഞു ഇല്ല, എൻ്റെ അച്ഛൻ ഒരു കുഴപ്പവും വന്നിട്ടില്ല, മാത്രമല്ല ബസ് ഓടിക്കുന്ന സമയത്തൊന്നും ഒരു കുഴപ്പവും എൻ്റെ അച്ഛന് ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും പുറത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങി പോവാം കേട്ടോ. സച്ചി ആണെങ്കിൽ എന്താ പ്രശ്നം, എന്താ അച്ഛന് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു അതെ, ഒന്ന് സമാധാനപ്പെടുക, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നിങ്ങളുടെ അച്ഛൻ്റെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുധി ചോദിച്ചു BP കൂടിയത് വല്ലതും ആണോ, BPയുടെ പ്രശ്നമാണോ? കാരണം മറ്റൊന്നുമല്ല, ഫാമിലി പ്രോബ്ലംസ് കുറച്ചൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒരു ഇച്ചിരി പ്രശ്നമൊക്കെ ആയിരുന്നു, അതുകൊണ്ട് വല്ലതും ആണോ, BP കൂടി വീണതാണോ എന്ന് ശ്രുതിയും ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും ചീഫ് ഡോക്ടർ പറഞ്ഞു അതെ, പെട്ടെന്നുണ്ടായ സങ്കടം കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു ഷോക്ക് കൊണ്ടോ ആയിരിക്കാം ഈ ഒരു നെഞ്ചുവേദന ഉണ്ടായത്, പക്ഷേ അതിൻ്റെ മൂല കാരണം ഇതൊന്നുമല്ല, ബ്ലോക്കാണ്, കുറച്ച് രക്ത ഓട്ടമൊക്കെ കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ ഇവരെ. എന്തായാലും ബ്ലോക്കുകളുടെ എണ്ണമൊക്കെ പറഞ്ഞു, ബ്ലോക്ക് കുറച്ച് കൂടുതലുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ ചില ബ്ലോക്ക് നമുക്ക് കുഴപ്പമൊന്നുമില്ല, മെഡിസിൻ കൊടുക്കാം, പക്ഷേ ചിലത് നമുക്ക് 2 ഉണ്ട്, അത് നമുക്ക് അങ്ങനെ മെഡിസിൻ കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല, പക്ഷേ എങ്ങനെയെങ്കിലും ഉടനെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കണം, അതിനൊരു ചെറിയ സർജറി പോലെ തന്നെയാണ് ഇവർ പറയുന്നത്. അപ്പോഴേക്കും ഇവർ സർജറി എന്നൊക്കെ കേട്ടപ്പോൾ പേടിച്ചു പോവുക. പക്ഷേ എന്താണേലും സാരമില്ല, അച്ഛനെ രക്ഷപ്പെടുത്തണം, അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതിയും പറയുക അച്ഛനെ ഇദ്ദേഹത്തെ രവിയേട്ടൻ എങ്ങനെയും രക്ഷപ്പെടുത്തിയാൽ മതി. എന്തായാലും ആ ബ്ലോക്ക് തീർക്കാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, കാരണം എപ്പോൾ വേണേലും ഒരു അറ്റാക്ക് വരാം, ഇതുപോലെ ബ്ലോക്ക് ഫുള്ളാകാം, എപ്പോൾ വേണേലും അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവന് സേഫ് എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. ചന്ദ്രമതി ആണെങ്കിൽ സുധിയോട് എന്താ മോനെ ചെയ്യുക, ഓപ്പറേഷനോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി കാറിച്ച. സച്ചിയാണ് ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ ഇങ്ങനെ നിൽക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും നേഴ്സുമാർ പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ട് പോയി, കാരണം ഇതിൻ്റെ ക്യാഷും കാര്യങ്ങളൊക്കെ പറയണമല്ലോ. അങ്ങനെ ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആയിട്ട് നമ്മുടെ സച്ചി റെഡി ആയിട്ട് എങ്ങനെ നിൽക്കുക. മാത്രമല്ല ആ ജൂനിയർ ഡോക്ടർ വന്നിട്ട് ഇവരോട് പറഞ്ഞു അതെ, ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ചീഫ് ഡോക്ടർ ഇന്ന് ഇവിടെ ഉണ്ട്, അത് നിങ്ങളുടെ ഭാഗ്യമാണ്, കാരണം അദ്ദേഹം അറ്റൻഡ് ചെയ്ത ഒരു കേസും പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല, മാത്രമല്ല ഇന്ന് ഈവനിങ്ങിന് അദ്ദേഹം പോവുകയാണ്, നാളെ ആണെങ്കിൽ അദ്ദേഹത്തെ കിട്ടില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസയാവും, ഒരു 5 ലക്ഷം രൂപയോളം ചിലവാകും, അതൊന്ന് സംഘടിപ്പിച്ചുകൊണ്ട് വരണം, ബാക്കിയൊക്കെ ഇവിടെ ഏറ്റു എന്നിവരിങ്ങനെ പറയുക. എന്തായാലും ഓപ്പറേഷന് കുറച്ച് കാശ് ചിലവാകുന്ന ഓപ്പറേഷനാണ്, 4 ലക്ഷം രൂപയോളം ആകും, എത്രയും പെട്ടെന്ന് ബില്ല് കെട്ടി നമുക്ക് അത്രയും പെട്ടെന്ന് ബാക്കി നടപടികളൊക്കെ പൂർത്തിയാക്കാം എന്നും പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതിയും ശ്രുതിയും നമ്മുടെ സച്ചിയൊക്കെ ഞെട്ടി നിൽക്കുക. എത്ര രൂപയാണ്? 4 ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ശ്രുതി ചെന്നിട്ട് ചോദിച്ചു അമ്മേ, അത്രയും പൈസ വല്ലതും ഇരിപ്പുണ്ടോ, അതെങ്ങനെയാടാ നമ്മുടെ കയ്യിൽ, ഓരോ മാസത്തെ ചിലവ് കഴിയാനായിട്ട് സച്ചിയും ശ്രുതിയും തരുന്ന കാശല്ലാണ്ട് വേറെ ഒന്നുമില്ല, പിന്നെ എവിടെ നിന്നാണ് മിച്ചം പിടിക്കാനായിട്ട് എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി കരയുക. 4 ലക്ഷത്തിന് എന്ത് ചെയ്യും രവിയേട്ടാ എന്നൊക്കെ വിളിച്ച് കരച്ചിലോട് കരച്ചില്ല. സച്ചിക്ക് ഇത് കണ്ടപ്പോൾ സങ്കടം തോന്നിയേ.
ഇതേ സമയം നമ്മുടെ രേവതി നേരെ അമ്പലത്തിലേക്കാണ് പോയത്. രേവതിയുടെ ആ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ അമ്മയും അനീതിയൊക്കെ വിളിക്കുന്നുണ്ട്. രേവതി ചേച്ചി എന്താ ഈ കാണിക്കുന്നത്, എങ്ങോട്ടാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ രേവതി ചെന്നു, തലയിൽ കൂടെ ഒരു കുടം വെള്ളം കോരി ഒഴിച്ച് കുറേ ഭസ്മൊക്കെ വാരി തൂത്ത് പ്രാർത്ഥന ശയനപ്രദക്ഷിണം ചെയ്യാൻ പോവാണ്. എന്തായാലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കൊരു ബുദ്ധിമുട്ട് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ശയനപ്രദർശനം തുടങ്ങുന്നതിന് മുമ്പ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. മാത്രമല്ല ഭഗവാനോട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ രേവതിക്ക് ചോദിക്കാൻ, എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, അദ്ദേഹം നല്ലൊരു മനുഷ്യനല്ലേ, അദ്ദേഹത്തെ എന്തിനാ ഇങ്ങനെയായിട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി ഒരു 100 ചോദ്യങ്ങൾ ഭഗവതിയോടൊക്കെ ആയിട്ട് ഇങ്ങനെ ചോദിക്കുക. അച്ഛനെ കാണാൻ പോലും അവരെന്നെ സമ്മതിക്കുന്നില്ല. എൻ്റെ സ്വന്തം അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ അച്ഛനായിട്ട് കണ്ടത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ല എന്നും പറഞ്ഞ് രേവതി നിന്ന് കരച്ചിൽ. എന്നിട്ടാണ് പിന്നെ ശയനപ്രദർശനത്തിന് പോകാനായിട്ട് പോകുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ ദേവുവിനെ വീണ്ടും കുറ്റപ്പെടുത്തി ലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. കാരണം ലക്ഷ്മി ചെയ്തു വെച്ച ഒരു കാര്യം കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുക കേട്ടോ. അപ്പോഴേക്കും ദേവ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. കരുതണം. ഒരു വിഷയം ചെയ്യുന്നതിന് മുമ്പ്, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പല വട്ടം ചിന്തിക്കണം, എന്നിട്ട് വേണം ചെയ്യാനായിട്ട് എന്നൊക്കെ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ദേവുവിനോട്. എന്തായാലും നമ്മുടെ രേവതി ശയനപ്രദർശനം ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. സി ഓക്കെ, താങ്ക് യു.